ഹായ് ഓൾ, എൻ്റെ പേര് ഗിദേവ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ക്രിഞ്ചായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ടോപ്പിക് ഈസ് റോഡ് മാപ്പ് ടു ഡാറ്റ സയൻസ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടത് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു തിയറി കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള റോഡ് മാപ്പ് അല്ല ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ പാസ് ഔട്ട് വന്നത് 2014 കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ഞാൻ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം റിഫൈനറീസിൽ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റായിരുന്നു ഡാറ്റ സയൻസും അതുപോലെ ഡാറ്റ അനലിറ്റിക്സൊക്കെ. അപ്പോൾ ഞാൻ അന്ന് മുതലേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാനോ പഠിക്കാനൊക്കെ എനിക്കൊരു അവസരം കിട്ടി. അങ്ങനെ ഞാൻ അത് കൂടുതൽ പഠിച്ചു. ശേഷം ഞാൻ എന്ത് ചെയ്തത്, കരിയർ കംപ്ലീറ്റ്ലി ഡാറ്റ സയൻസിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് അന്ന് വ്യക്തമായിട്ടുള്ള ഡയറക്ഷനോ അതുപോലെ തന്നെ ഗൈഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, സോ അന്ന് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഡിലേ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു 2 year ഒക്കെ എടുത്തു ഞാനൊരു കരിയർ അല്ലെങ്കിൽ ഡാറ്റ സയൻറ്റിസ്റ്റ് റോളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ എനിക്ക് എത്താനുള്ള റീസൺ, മീൻസ് ടൈം എടുക്കാനുള്ള റീസൺ, എനിക്ക് വ്യക്തമായിട്ട് ഒരു റോഡ് മാപ്പോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഏതൊക്കെ ടൂളുകൾ ഇതിന് വേണം, അല്ലെങ്കിൽ ഏത് ആദ്യം പഠിക്കണം, ഏത് ഏരിയ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള സിലബസ്, കണ്ടൻറ്റ്, ഇതൊന്നും എന്തില്ല എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് എടുത്ത ടൈം ഇത്രയും ഒരു 2 year ഒക്കെ എടുത്തിട്ടാണ് ഡാറ്റ സയൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ടൈം എടുത്തു, ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള ടൂളുകളൊക്കെ എനിക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്കിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് മാറാൻ നിങ്ങൾ എന്തൊക്കെ ഫോളോ ചെയ്യണം. ഓക്കെ, ആ ഒരു പാത്തിലേക്ക് എത്താൻ നിങ്ങളെ ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഏതൊരു ഡിഗ്രി, നിങ്ങൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, ഏതൊരു ഡിഗ്രി കഴിഞ്ഞ ആൾക്കും വളരെ ഈസി ആയിട്ട്, ഈസി എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ജോബിലേക്ക് എത്താമെന്നല്ല ഞാൻ ഉറപ്പ് വരുന്നത്. നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ നിങ്ങൾ സ്വന്തം നോക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിലൊക്കെ ഞാൻ ഈ പറയുന്ന മെറ്റീരിയലും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കോണ്ടൻ്റൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഈ റോഡ് മാപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ജോബിലേക്ക് വിത്തിൻ ഒരു 6 month എത്തിപ്പെടാൻ പറ്റും. അതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഡിഗ്രി കഴിഞ്ഞ ആൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണ് ഒട്ടും ഒരു ശങ്കിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൂളായിട്ട് ഈ ടോപ്പിക്ക് വന്ന് പഠിക്കാം. പക്ഷേ കംപ്ലീറ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ പറയില്ല. കുറച്ച് ടഫായിട്ടുള്ള എലമെൻ്റൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് പഠിച്ചെടുക്കാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏതൊക്കെ ടൂള് പഠിക്കണം എന്നുള്ളതും ഏതൊക്കെ ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ റോഡ് മാപ്പിലും പിന്നീട് എൻ്റെ ക്ലാസ്സുകളിലൊക്കെ കൃത്യമായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡാറ്റ സയൻസ് പഠിക്കാനും അതുപോലെ ഡാറ്റ അനലിറ്റിക്സ്, ഇപ്പോൾ ഡാറ്റ സയൻസും ഡാറ്റ അനലിറ്റിക്സും ഒക്കെ എന്താ പറയുക, ഒരു സബ്ജക്റ്റിൻ്റെ 2 പാർട്ടാണെന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാനും പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി മാറുന്ന ഉറപ്പ് ഞാൻ നൽകുകയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റോഡ് മാപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പൈത്തനാണ്. അപ്പോൾ പൈത്തൻ്റെ ഒരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ഇപ്പോൾ പൈത്തൺ മാത്രമല്ല ജൂലിയ, ആർ ഇതുപോലത്തെ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 ക്ലാസ്സുകൾ കൂടി, വീഡിയോസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പൈത്തൺ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് മാത്തമാറ്റിക്സ് ഫോർ ഡാറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, കാൽക്കുലസ്, ആൾജിബ്ര. അപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റ അണ്ടർസ്റ്റാൻഡിങ് മുതൽ ഡാറ്റ കളക്ഷൻ, അതുപോലെ തന്നെ എന്താണ് സാമ്പിളിംഗ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഡാറ്റ വിഷ്വലൈസേഷൻ, ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ നമ്മൾ എന്താണ് സ്റ്റാറ്റിക്സ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ പ്രോബബിലിറ്റി, ഇപ്പോൾ
സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലായ ഇപ്പോൾ നെയ്ബ് ബയസ് തിയറം ഇവിടെയൊക്കെ നമ്മൾ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പല ഏരിയയിലും ഇനിയും വരുന്നുണ്ട്. ഞാൻ ഒന്നോ രണ്ടോ പോയിൻറ്റ്സാണ് പറയുന്നത്, അത് മാത്രമാണ് വരുന്നതെന്ന് വിചാരിക്കരുത്. വേറെ പല സ്ഥലങ്ങളിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ കാൽക്കുലസ്, ഇപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ മോഡലിൽ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ നമ്മൾ ഒപ്റ്റിമൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കാൽക്കുലസ്. അതുപോലെ തന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേഡിയൻ്റ് ഡിസെൻ്റ് അൽഗോരിതം, ഇതിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് കാൽക്കുലസിലാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ അൾജിബ്ര എന്ന് പറയുമ്പോൾ ബോത്ത് സൂപ്പർവൈസ്ഡ് അതുപോലെ തന്നെ എന്താണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡൽ എന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അൾജിബ്ര. അതുപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്കിൽ ഒരുപാട് ഏരിയസിൽ അൾജിബ്ര വരുന്നുണ്ട്. ഇനി ഡാറ്റ മാനിപ്പുലേഷൻ ആൻഡ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലൈബ്രറീസ് ഇപ്പോൾ നംപൈ അതുപോലെ തന്നെ പാണ്ടാസ്. നംപൈ എന്താണ് ന്യൂമറിക്കൽ പൈത്തൺ. നംപൈ യൂസ്ഡ് ഫോർ എന്താണ് ന്യൂമറിക്കൽ കാൽക്കുലേഷന് വേണ്ടി പൈത്തണിൽ ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ് നംപൈ. അതുപോലെ തന്നെ എന്താണ് ഡാറ്റ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാണ്ടാസ്. ഓക്കെ, ഇനി കുറേ ലൈബ്രറീസ് ഉണ്ട്, ഞാനിപ്പോൾ മെയിനായിട്ടുള്ള 2 ലൈബ്രറീസ് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പോൾ നംപൈ പാണ്ടാസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ പ്രീപ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പ്രീപ്രോസസ്സിംഗ് മാത്രമല്ല, ഞാനിപ്പോൾ ആദ്യം വരുന്ന ക്ലാസ്സുകൾ പൈത്തൺ ശേഷമുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ കോഡിംഗ് വരുന്ന ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഡാറ്റ പ്രീപ്രോസസ്സിങ്ങിൽ എൻകോഡിംഗ്, ഇപ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ, നോർമലൈസേഷൻ, ഡാറ്റ ഡ്രോപ്പ് ചെയ്യുന്നത്, അതുപോലെ ഔട്ട്ലയർ അനാലിസിസ്, മിസ്സിംഗ് വാല്യൂ ഇമ്പ്യൂട്ടേഷൻ, ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ നമുക്ക് അതൊക്കെ പറയാം. ഇനി ഡാറ്റ വിഷ്വലൈസേഷൻ ലൈബ്രറീസ് ആണ്. ഒന്ന് മാറ്റ്പ്ലോട്ലിബ് ഒരു വിഷ്വലൈസേഷൻ ലൈബ്രറിയാണ്. അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ ലൈബ്രറിയാണ് സീബോൺ. ഓക്കെ, ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ അല്ലേ. അത് എന്താണ് പ്ലോട്ടുകൾ അല്ലേ, അതെല്ലാം നമുക്ക് എന്താണ് ഇപ്പോൾ ബാർ ചാർട്ട്, അതുപോലെ ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ വിഷ്വലൈസേഷൻ ഈ ലൈബ്രറീസ് ഉപയോഗിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് MySQL. ഓക്കെ, ദെൻ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു മെഷീനെ ട്രെയിൻ ചെയ്യും അല്ലേ. അതിനുശേഷം ആ മെഷീനെ കൊണ്ട് നമ്മളൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യിപ്പിക്കുന്നു അല്ലേ. ഇതാണ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് അല്ലേ. എസ്പെഷ്യലി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. അപ്പോൾ അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലുണ്ട്. അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലാണെങ്കിൽ ഇപ്പോൾ ക്ലസ്റ്ററിങ്, അതുപോലെ തന്നെ എന്താണ് ഡയമെൻഷൻ റിഡക്ഷൻ ടെക്നിക്കായ പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലാണെങ്കിലോ ഇപ്പോൾ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ. റിഗ്രഷൻ എന്താണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അതുപോലെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഒരു ക്ലാസിഫിക്കേഷൻ മോഡലാണ്. അതുപോലെ നെയ്ബ് ബയസ്, ഇതുപോലത്തെ ഒരുപാട് മോഡൽസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും മെഷീൻ ലേണിങ്ങിൽ. ഓക്കെ, ഏകദേശം എല്ലാ മോഡലും ഞാനിവിടെ അത് കവർ ചെയ്യും. ദെൻ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു സബ്സെറ്റ് എന്ന് പറയാം. കുറച്ചും കൂടി എന്താണ് നമ്മൾ മനുഷ്യനിലെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ ആ നെറ്റ്വർക്ക് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനെ മിമിക് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുത്താണ് ഡീപ്പ് ലേണിംഗ്. അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ANN, അതുപോലെ CNN, RNN, ഇതൊക്കെ ഡീപ്പ് ലേണിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെയാണ് നമ്മൾ ഇമേജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. നിങ്ങൾക്കറിയാം ടെസ്റ്റ് സമ്മറൈസേഷൻ, ടെസ്റ്റ് റെക്കഗ്നീഷൻ, അതുപോലെ എന്താണ് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുന്നത്, അത് നമ്മൾ NLPയിൽ വരുന്നതാണ്. ഓക്കെ, അത് വലിയ NLP എന്ന് പറയുമ്പോൾ എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. ദെൻ ഫൈനൽ പ്രൊജക്റ്റ്. അപ്പോൾ ഫൈനൽ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫൈനൽ പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് കവർ ചെയ്യുക. അതുകൂടാതെ നമ്മളിതെന്താണ് കൃത്യമായിട്ട് ഒരു ഡിപ്ലോയ്മെൻറ്റും നമ്മളെന്താണ് അപ് ടു ഡിപ്ലോയ്മെൻറ്റ് വരെ എന്തെങ്കിലും വരുന്നു ഈ പ്രൊജക്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റോഡ് മാപ്പ് ബേസ് ചെയ്തിരിക്കും നമ്മൾ ക്ലാസ്സുകളൊക്കെ മുമ്പോട്ട് പോകാം. അപ്പോൾ ഡാറ്റാ സയൻസ് പഠിക്കണമെന്നും അതുവഴി നല്ല ജോബിലേക്ക് എത്തപ്പെടുന്ന ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മറക്കാതെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഇനി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നല്ലൊരു സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ കുറച്ചുകൂടി ടൂളുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം അല്ലെങ്കിൽ
ഈ ക്ലാസ്സുകൾ കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം നമുക്കത് അതിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഓരോ ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാനും നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് ഉറപ്പ് വരുത്താനും ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഡാറ്റ സയൻസ് ഇൻട്രൊഡക്ഷൻ മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ബൈ.